ബ്രിഗേഡിയർ എൻ ബാലൻ, ഇവിടെ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കാൻ ഭാരതം തയ്യാറെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം, പഹൽഗാം ഭീകരാക്രമണത്തിന്റെ അടുത്ത ദിവസം മുതൽ തന്നെ സൈനികമായി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ഒരു ധാരണയിലും എത്തിക്കഴിഞ്ഞു. കര, നാവിക, വ്യോമസേനകൾക്ക് അതിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി നൽകുകയുണ്ടായി. വലിയ രീതിയിലുള്ള തിരച്ചിൽ തന്നെ ഈ ഭീകരർക്കെതിരെ നടത്തുന്നുമുണ്ട്. പക്ഷേ ഒരൊറ്റ കാര്യമാണ് അവർ മുൻനിർത്തി പറയുന്നത്: ഈ പാക് ഭീകരരെ ജീവനോടെ പിടികൂടുക എന്നുള്ളത്. കാരണം നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള തെളിവുകൾക്ക് ഉപോത്ബലകമാകുന്ന കൂടുതൽ തെളിവുകൾ കൂടി ലോകത്തിന് മുൻപിൽ നിരത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ. കാരണം പലപ്പോഴും ഈ സൈനിക നടപടിയെ വിമർശിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത് ഇത്രയും ദിവസമായിട്ടും എന്തുകൊണ്ടാണ് ഭീകരരെ പിടികൂടാൻ സാധിക്കാത്തത് എന്നുള്ളതാണ്. അതിനൊക്കെ ഒരു മറുപടിയായി നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ രംഗത്തെ വിദഗ്ധരടക്കം പറയുന്നത്, ഒരുപക്ഷെ നമുക്ക് ഈ 6 അല്ലെങ്കിൽ 10 ഭീകരരെ ഒരുമിച്ച് കൊല്ലാൻ സാധിക്കും. അവർ എവിടെയാണ് തമ്പടിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് നമുക്ക് അവരെ വധിക്കാൻ സാധിക്കും. പക്ഷേ അതുപോലെ എളുപ്പമല്ല അവരെ ജീവനോടെ പിടികൂടുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ കാലതാമസം എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അതായത് ഈ ഓപ്പറേഷൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈനിക തലത്തിൽ ഇവർ ഉണ്ട് അല്ലെങ്കിൽ തമ്പടിച്ചിരിക്കാമെന്നുള്ള മേഖലകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. പിന്നീട് ഇന്റലിജൻസ് റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മറ്റു പല മേഖലകളിൽ കൂടി ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമ്മൾ കണ്ടതാണ്, ശ്രീലങ്കൻ എയർലൈൻസ് ഉൾപ്പെടെയുള്ള എയർലൈനകത്തു വരെ ഒരു പരിശോധന നടത്തുന്ന സാഹചര്യമുണ്ട്. എന്തായാലും പഴുതടച്ചുള്ള ഒരു തിരച്ചിൽ തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? ഏതെങ്കിലും രീതിയിലുള്ള കാലതാമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു പിൻബലം അല്ലെങ്കിൽ ഇവരെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാലതാമസമാണ് എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അതെ, ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞ പോലെ ഇതൊരു യുദ്ധമാണ്. യുദ്ധം ഒരു മിലിറ്ററി ആക്ഷനിലോ ഒരു ഫൈനാൻഷ്യൽ ആക്ഷനിലോ വാണിജ്യതലത്തോ മാത്രം നിൽക്കുന്നതല്ല. ഇത് അങ്ങനെ ചെയ്താൽ ഒരിക്കലും അതിൻ്റേതായിട്ടുള്ള ഫലം ഉണ്ടാവില്ലെന്ന് അദ്ദേഹം അത് സ്പഷ്ടമാക്കി. മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ സമയത്ത് തന്നെ അതിർത്തി മൊത്തമായിട്ടും സീൽ ചെയ്ത് കാണും. ഈ തിരച്ചിൽ, കോമ്പിംഗ് ഓപ്പറേഷൻസ് അവിടെയുള്ള എല്ലാ താഴ്വരകളിലും ഓരോ സ്ഥലങ്ങളിലും അവർ തമ്പടിക്കാവുന്ന ഏത് സ്ഥലങ്ങളിലും അവിടെയൊക്കെ ഇത് നടക്കുന്നുണ്ടായിരിക്കും. എന്നാലും നമ്മൾ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ഗ്രൗണ്ട് ലെവലിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്, ഈ 4-5 പേർ വന്നിട്ടുള്ളവർ അവർ വളരെ കുറച്ച് സിഗ്നേച്ചറുകൾ, ഒരു ടാർഗറ്റ് സിഗ്നേച്ചർ എന്ന് വെച്ചാൽ അവരുടെ വളരെ കുറച്ചേ ഉള്ളൂ. ഈ കാടുകളിലും ഈ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾക്ക് നിരീക്ഷിക്കാനായിട്ടുള്ള ഈ ഇൻഫ്രാറെഡ് സൈറ്റ്സോ അല്ലെങ്കിൽ തെർമൽ ഡിവൈസസോ അധികം പ്രാവർത്തികമായി ഫലമുണ്ടാക്കുന്ന ഒരു കാര്യമല്ല. ഇവരുടെ കയ്യിലുള്ള കമ്മ്യൂണിക്കേഷൻ സെറ്റ്സ് എന്ന് വെച്ചാൽ അവർ സാറ്റലൈറ്റ് ഫോണുകളായിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് അവരെ ഈ സിഗ്നൽ ട്രാഫിക് വെച്ചിട്ട് അവരെ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നിരുന്നാലും നമ്മളുടെ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകളെ കൃത്യമായിട്ടും ഓർക്കണം. ഇവർ എവിടെ ഒളിച്ചിരുന്നാലും, ഏത് മാളത്തിൽ ഒളിച്ചിരുന്നാലും ഇവരെയും ഇവരുടെ പുറകെയുള്ള ശക്തികളെയും കണ്ടുപിടിച്ച് അവർക്ക് ശിക്ഷ നൽകും എന്നുള്ളത് ഒരു ഉറപ്പായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അതിന് ചിലപ്പോൾ 3-4 ദിവസം വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ 10-12 ദിവസം വേണ്ടി വന്നേക്കാം. ഈ എത്രയും ചെറിയ സംഖ്യയാണ് ടെററിസ്റ്റുകളുടെ ഉള്ളത്, അത്രയും അവരെ പിടിക്കാനായിട്ടുള്ള പ്രയാസങ്ങളും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാലും എന്നാലും നമ്മുടെ പട്ടാളം സക്ഷമമാണ്. എവിടെയാണെങ്കിലും ഇവരെ പിടിച്ചിരിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്.